പടം മൊത്തത്തിൽ തൂക്കി. പക്ഷേ അവസാനം ക്ലൈമാക്സ് ആണ് മസ്റ്റ്. ക്ലൈമാക്സിലൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് മതി, അതിന് ഞാൻ തൃപ്തി അണഞ്ഞു. ടൈലൻഡിലൊരു സാധനമുണ്ട്, ഒട്ടും പ്രതികാത്തൊരു സാധനം. ടൈലൻഡ് ആയിരുന്നു പീക്കിൽ, പണം കയറി ടൈലൻഡ് പീക്കിൽ എത്തിച്ച്. ക്ലൈമാക്സ് 20 മിനിറ്റ് വേറെ ലെവലാണ്. ഗസ്റ്റ് റോളൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് എത്തും വരെ ഒരു എബോ അവരുടെ എക്സ്പീരിയൻസ് മാത്രം. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ലാലേട്ടനും ടൊവിനെ ഒപ്പു. പൃഥ്വിരാജിന്റെ ഷോ എന്ന് പറയാനായിട്ട് ഫാൻസി ഡ്രസ് ഷോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാര്യം എനിക്ക് ആ ലാസ്റ്റ് സീന് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ, വേറെ ഒന്നും. ആ ചുരുട്ടും പിടിച്ചുകൊണ്ട് വരുന്ന വരവുണ്ട്, ജയിലറിൽ കണ്ട അതേ രീതിയിൽ ലാലേട്ടൻ തകർത്ത് ലാസ്റ്റ് വന്നിട്ട് പൊളിച്ചടിക്കുമനെ ഒരു ക്യാമിയോ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ആള്. ഞാൻ പറയുന്നില്ല, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, അത് നമ്മൾ റിയൽ ഇവിടെ നമ്മൾ സംഭവിച്ച ഒരു കാര്യം. അപ്പോൾ അതിനെയൊക്കെ ഒരു ബന്ധപ്പെടുത്തി പോക്കിരി രാജയ്ക്ക് ശേഷം പൃഥ്വിരാജും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം. പോരാത്തതിന് തിയേറ്ററുകളെ പിടിച്ചുകുലുക്കാൻ നമ്മുടെ സ്വന്തം ലാലേട്ടനും. ഓണം റിലീസായി എത്തിയ ഖലീഫ തിയേറ്ററുകൾ തീ പടർത്തിയോ? നമുക്ക് ഷോ കണ്ടിറങ്ങിയ ആളുകളോട് ചോദിച്ചറിയാം. ലാലേട്ടൻ വന്നു, കത്തിച്ചു, പോയി. മോഹൻലാൽ തിയേറ്ററിൽ ഫസ്റ്റ് മുതൽ അവസാനം വരെ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മ്യൂസിക്, നല്ല ക്യാമറ വർക്ക്, നല്ല കാസ്റ്റിംഗ്, മൊത്തത്തിൽ ഓവറോൾ നല്ല സിനിമ. പിന്നെ സിനിമയുടെ പീക്ക് എന്ന് പറയുന്നത് അവസാന 10 മിനിറ്റാണ്. അത് ഒരു രക്ഷയില്ല. അവർ 3 പേര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ആളുടെ പേര് സസ്പെൻസ് ആയിട്ട് അത് പറയുന്നില്ല. രാജുവേട്ടൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ക്യാമിയോ ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. അത് ഓവറോൾ സിനിമയുടെ ആക്ഷൻസ് കൊള്ളായിരുന്നു, മ്യൂസിക് കൊള്ളായിരുന്നു. മൊത്തത്തിലുള്ളൊരു ഓണം പാക്കേജാണ് ഈ സിനിമ. ലാലേട്ടൻ്റെ ഗസ്റ്റ് റോൾ ആ ഒരു പ്രതീക്ഷിച്ചതുകൊണ്ട് പേടിച്ച് പിന്മാറി കുറേ ആൾക്കാർ. അവരാണ് ഈ പടം വന്ന് കൊള്ളൂല എന്ന് പറഞ്ഞത്. തിരുവോണ ബമ്പറിൽ നമ്മളൊരു നല്ല സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ ക്ലൈമാക്സ് റോളിൽ ഒന്നൊരു 1.5 പായസം തന്നിട്ട് പോകുന്നുണ്ട് ലാലേട്ടൻ. എൻ്റെ അമ്മ അന്യായം. ആ ചുരുട്ടും പിടിച്ചുകൊണ്ട് വരുന്ന വരവുണ്ട്, ജയിലറിൽ കണ്ട അതേ രീതിയിൽ പക്കതാ രോമാഞ്ചകഞ്ചുകമാണ്, സംശയമൊന്നുമില്ല. ലാലേട്ടനെ കാണാൻ ഒരിക്കൽ കൂടി പടം കാണാൻ വരുന്നതാണ്. കിടിലം പടം, രക്ഷയില്ല. പടം മൊത്തത്തിൽ തൂക്കി. പക്ഷേ അവസാനം ക്ലൈമാക്സ് ആണ് മസ്റ്റ്. വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം വരുന്നുണ്ട്. ഞാനായിട്ട് പറയുന്നില്ല, കണ്ട് തന്നെ ഇവിടെ വന്ന് തിയേറ്ററിൽ വന്ന് മാക്സിമം കാണാൻ നോക്കുക. കിടിലം പടം. ഒരു ലാസ്റ്റാണ് നമ്മൾ ലിറ്ററലി നമ്മുടെ ഓരോ സെക്കൻഡ് തീരണ ഒരു 10 മിനിറ്റ് വിഷയമാണ്. നമ്മൾ നിന്നിടത്തുനിന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്ന ഒരാളാണ്. ബട്ട് നൈസായിട്ട് ക്ലൈമാക്സിലൊരു സാധനം വെച്ചിട്ടുണ്ട്, അത് മതി, അതിന് ഞാൻ തൃപ്തി അണഞ്ഞു. കൂടുതലൊന്നും പറയുന്നില്ല, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഐഷായിൻ്റെ സ്ഥിരം പടം. പക്ഷേ പുള്ളി ഇത്രയും കാലം കഴിഞ്ഞുകൊണ്ട് മാറിയിട്ട് പടം കാണാൻ കൊള്ളാം. അല്ല പഴയ ഇതിൻ്റെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ തന്നെ. ലാസ്റ്റ് ടൈലൻഡിലൊരു സാധനമുണ്ട്, ഒട്ടും പ്രതികാത്തൊരു സാധനം. അതായത് അവർ സിനിമാക്കാരെ റിവീൽ ചെയ്ത ആളുടെ കാര്യമല്ല, അതാരും എല്ലാവർക്കും അറിയാം, ഞാനായിട്ട് പറയുന്നില്ല. പക്ഷെ അത് നന്നായിട്ടുണ്ട്. അതായത് ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സ് ഒരു സാധനം കാണിക്കുന്നുണ്ട്, ഒരാളുടെ ഒരു ഇത്, അതിൻ്റെ എക്സ്റ്റൻഡ് വെർഷൻ വീഴ്ച സാധനം. പിന്നെ അപ്പൂപ്പനും കൊച്ചുപോലും നമ്മൾ ഒരു ഷോർട്ട് കാര്യങ്ങൾ, ലാസ്റ്റ് ക്ലൈമാക്സ് ഓൾറെഡി ഒരു സിനിമ സാധനം എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് സീരിയസ്ലി കാണും. പക്ഷേ ഏറ്റവും വലിയ ഒരു പൃഥ്വിരാജിന് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ടൈലൻഡ് ആയിരുന്നു പീക്കിൽ, പണം കയറി ടൈലൻഡ് പീക്കിൽ എത്തിച്ച് മൊത്തത്തിൽ പടം കണ്ടോണ്ടിരിക്കുക. ഗുഡ് മൂവി, 1 ടൈം വാച്ച്. അതായിരുന്നു തീ, പടത്തിൻ്റെ തീ. ലാലേട്ടൻ ഉണ്ട്. പിന്നെ വേറൊരു അത് സർപ്രൈസ് ആണ്, പറയുന്നില്ല. ആ ഒരു എൻട്രി തീയായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ലാലേട്ടൻ ഫാനാണെങ്കിലും ആ എൻട്രിയാണ് എനിക്ക് കൂടുതലും കത്തിച്ചത്. പിന്നെ പൃഥ്വിരാജൻ നൈസായിരുന്നു, ഫൈറ്റൊക്കെ കൊള്ളാം. ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടോ 1 ടൈം വാച്ച്. ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഭവം, എക്സ്പെക്ടേഷൻ എത്ര ഇല്ലായിരുന്നു. മൊത്തത്തിൽ നമ്മൾ വിചാരിച്ചൊരു ആക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചു ഇങ്ങനെ ആയിരിക്കും. എങ്കിലും ഓക്കെ, ഗുഡ് മൂവി, ഒരു അപരാധമല്ല, ഗുഡ് മൂവി. ആദ്യമേ സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ നമുക്ക് ഊഹിക്കാം ഏകദേശം ഇതേ പോകുന്നുള്ളൂ. അപ്പം പിന്നെ നമ്മൾ അവർ സ്മഗ്ലിങ് അല്ല, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, അത് നമ്മൾ റിയൽ ഇവിടെ നമ്മൾ സംഭവിച്ച ഒരു കാര്യം. അപ്പോൾ അതിനെയൊക്കെ ഒരു ബന്ധപ്പെടുത്തി. പക്ഷേ അതിൻ്റെ ബാക്ക് സ്റ്റോറി അങ്ങനെ രീതിയിൽ ഡെവലപ്പ് ആവുന്നില്ല. എന്നാൽ അതൊക്കെ ഒരു പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിങ്ങനെ ആണല്ലോ എന്നൊക്കെ ഒരു ഇതുണ്ടാവും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം നമ്മുടെ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്നുള്ളൊരു ക്യാരക്ടറിന് നല്ലൊരു ഓരോ എലവേഷൻ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക്. അപ്പോൾ നമുക്ക് മനസ്സിൽ ആൾറെഡി ഒരു സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ടിപ്പിക്കൽ തെലുങ്ക് പടം മോഡലിലേക്ക് ആയിപ്പോയി. എല്ലാം ഒരു വെട്ട് കുത്ത് മറ്റേ ഇതാണ്. പിന്നെ ഇടയ്ക്ക് പിന്നെ ലോജിക്കൊന്നും ആവുന്നില്ല. പിന്നെ അവസാനം നമ്മുടെ ഒരു ക്യാമിയോ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞ കഥാപാത്രത്തിൻ്റെ. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് വന്നു, പക്ഷേ അവസാനം ഒരു സന്തൂർ മുത്തച്ഛനായിട്ട് ഏട്ടം വരുന്നുണ്ട്. അപ്പം വലിയൊരു ഇതൊന്നുമില്ല, ഒരു ടിപ്പിക്കൽ ഒരു സംഭവമായിട്ടാണ് പോയത്. ലൂസിഫർ 3 കാത്തിരിക്കുന്നു ഞങ്ങൾ. നല്ല പടം.
ഉള്ള അടിപൊളി പടം ക്ലൈമാക്സ് 20 മിനിറ്റ് വേറെ ലെവലാണ്. ഗസ്റ്റ് റോളൊക്കെ ഉണ്ട്, കാണണം. പിന്നെ വില്ലൻ അത്ര ഒരു മികച്ച രീതിയായിട്ട് തോന്നിയില്ല. നീൽ മുകേഷ് കത്തിയുടെ ആ ഒരു ലെവലും വന്നിട്ടില്ല, എന്നാലും കൊള്ളാം. ക്ലൈമാക്സ് എത്തും വരെ ഒരു എബോ പറയുന്ന എക്സ്പീരിയൻസ് മാത്രം. പക്ഷേ ക്ലൈമാക്സ് കൊണ്ട് ലാലേട്ടനും ടൊവിനോ ഒപ്പോ അമ്മാരി പീക്ക് കത്തിക്കൽ സാധനം, അത് അതിനുവേണ്ടി മാത്രം തിയേറ്ററിൽ കാണാം. അമ്മാരി സാധനം നമ്മൾ ലാലേട്ടൻ ഫാൻസ് ആണ്, ലാലേട്ടനെ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഈ അവസാനം വരെ വെയിറ്റ് ചെയ്യാനുള്ള പക്ക സാധനം പെട്ടെന്നൊരു കത്തിക്കലായിരുന്നു. എക്സ്പെക്ടേഷൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, പക്ഷേ ഇത് ഒരിടത്തും എത്താത്ത ഒരു സ്റ്റോറി ആയിപ്പോയി. പിന്നെ ലാസ്റ്റ് ക്യാമിയോ റോൾ കൊണ്ടുവന്ന ലാലേട്ടൻ എൻപുരാൻ്റെ ഒരു കോപ്പി അടിയായിപ്പോയി. പിന്നെ ഇതിൻ്റെ BGM കൊള്ളാം, കേൾക്കാൻ കൊള്ളാം. പക്ഷേ BGM എന്ന് പറയുന്നത് അമൽ നീരദിൻ്റെ ഒരു മ്യൂസിക് അത് കോപ്പി അടിച്ച പോലെയാണ് സാധനം ഇരിക്കുന്നത്. പിന്നെ പുതുമയുള്ള കഥയൊന്നുമില്ല, പഴമയുള്ള കഥ തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ ഷോ എന്ന് പറയാനായിട്ട് ഫാൻസി ഡ്രസ് ഷോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാര്യം നല്ല ലുക്കായിരുന്നു, ബോഡി നല്ല ഫിറ്റ്നസ് ആയിരുന്നു, നല്ല ലുക്കായിരുന്നു. ക്ലൈമാക്സ് പിന്നെ ലാലേട്ടൻ എൻപുരാൻ്റെ ഒരു കോപ്പി അടിയായിപ്പോയി. അത് ലാലേട്ടൻ്റെ മാത്രമല്ല, ഒരു വേറൊരു ആക്ടറും കൂടെ ഉണ്ട് ലാസ്റ്റ് എൻട്രിയിൽ വന്നപ്പോഴത്തേക്ക്. അതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അത് തന്നെയാണ്, ആ ഒറ്റ സീനിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുഴുവൻ സിനിമയും കാണേണ്ടി വരുമല്ലോ എന്നുള്ളത്. കാരണം എനിക്ക് ആ ലാസ്റ്റ് സീന് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ, വേറെ ഒന്നും. ബാക്കിയെല്ലാം നമ്മുടെ പണ്ട് കണ്ട് സിനിമകളുടെ ഏതൊക്കെയൊക്കെയോ സിനിമയുടെ കുറേ മിക്സ് ആയിട്ട് ഈ സ്മഗ്ലിംഗ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പണ്ടത്തെ കാലത്ത് വേറൊരു മോഡലിൽ സ്വർണം കടത്തുമെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ ഡെവലപ്പ് ഹൈടെക് ഉപയോഗിച്ച് കടത്തും. അത്രയൊക്കെ ഉള്ളൂ, വലിയ ഹൈപ്പ് ഒന്നും ഉള്ളതൊന്നുമില്ല. വേറൊരാൾ എൻട്രി ഉണ്ട് അതിനകത്ത്, അത് പറഞ്ഞതിന് ട്വിസ്റ്റ് പോകും. അടിപൊളി എൻട്രിയാണ് ആളുടെ. എന്താ പറയുക, നമുക്കറിയാം മോഹൻലാലിൻ്റെ എൻട്രി, കണ്ണ് അതൊക്കെ വെച്ചാണ് ജീവിക്കുന്ന ആൾ. അടിപൊളിയാണ്. സ്റ്റോറി അത്ര ഇല്ല, സ്റ്റോറി നമ്മൾ എന്താ പറയുക ഗോൾഡ് സ്മഗ്ലിംഗ് അതൊക്കെ ഉള്ളൂ. ബട്ട് കുറേ ആൾക്കാരുടെ എൻട്രി, ഫൈറ്റ് സീൻസ്, BGM അതൊക്കെ അടിപൊളിയാണ്. അവസാനത്തെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആ ക്യാമിയോ പൃഥ്വിരാജ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലത്തെ ആ കയ്യടി അവിടെ വീണിട്ടുണ്ട്. ആ കയ്യടിക്കുള്ളതുണ്ട് അവിടെ. ആ അവസാനത്തെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിലായിരിക്കും ഈ പടം മെയിനായിട്ട് കത്തണത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പൊളിയായിരിക്കുന്നില്ല. സെക്കൻഡ് ഹാഫിൽ കഥ മോശമൊന്നുമല്ല, കുറച്ച് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. ആ ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പടം തന്നെയാണ്. ഈ പറയുന്ന ലാസ്റ്റിലുള്ള ഒരു ക്യാമിയും ഒരു എക്സ്ട്രാ ക്യാമിയും കൂടെ ഉണ്ട്. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്യാമിയോ ആണ്. അപ്പോൾ അതൊക്കെ കൂടെ ആയപ്പം പടം ലാസ്റ്റ് അടി കയ്യടി വീണിട്ടുണ്ട്. എന്തായാലും അടുത്ത കാലങ്ങളിൽ കിട്ടിയ ഏറ്റവും നല്ല പടം ലാലേട്ടൻ തകർത്ത് ലാസ്റ്റ് വന്നിട്ട് പൊളിച്ചടിക്കുമോനെ. ഒരു ക്യാമിയോ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ആള്, ഞാൻ പറയുന്നില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ട് പടം. 100% 100 കോടി 100 കോടി ലാലേട്ടൻ. മേക്കിംഗ് ക്വാളിറ്റി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. സോങ്സ് പ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ആ രീതിയിൽ ഇമോഷണലി രീതിയിൽ വർക്കാവുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വന്നിട്ടുണ്ട്. അതിലൊന്നും മോശം പറയുന്നത്. പക്ഷെ നല്ലൊരു കഥയില്ലെങ്കിൽ ആ ഒരു പിന്നെ നമുക്കൊരു ഓവറോൾ നമ്മൾ എന്തൊക്കെ നമ്മളൊരു സദ്യ വിളമ്പി വെച്ചിട്ട് അതിനകത്ത് ഉപ്പില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ സംഭവം ഉപ്പില്ല അതിനകത്ത്. പായസം കഴിക്കുമ്പോൾ അതിനകത്ത് മധുരമില്ല, ശർക്കരയില്ല. അങ്ങനത്തെ അവസാനത്തെ 5 മിനിറ്റ് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കഥാപാത്രത്തിൻ്റെ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ കറണ്ട് ഇതാകുമ്പോഴത്തേക്ക്, കാരണം അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഇത് കൊടുക്കുന്നില്ല. പിന്നെ അവസാനം ഒരു ടിപ്പിക്കൽ നമ്മുടെ ഒരു വിഗും ഇതും ഒരു നരയും വെച്ചിട്ട് സന്തൂർ മുത്തച്ഛനായിട്ട് വരുന്ന ഒരു ഇതായിട്ടാണ് തോന്നിയത്. അപ്പം വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി.